ഇന്നൊരു കുറഞ്ഞ വെളിച്ചത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം രാത്രിയായി. അപ്പോൾ നിങ്ങൾ മീറ്റർ ഒന്ന് ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വീഡിയോ എടുക്കുന്നത്. ഇത് ലാസ്റ്റ് ജനറേഷനിൽ വന്നിട്ടുള്ള വണ്ടിയാണ് CI എൻജിൻ. 2005 2009 ഇടയിൽ ഇറങ്ങിയിട്ടുള്ള 2009 വണ്ടിയാണിത്. അപ്പോൾ കഴിഞ്ഞ വണ്ടികളൊക്കെ ഞാൻ ചെയ്തത് എൻജിൻ വർക്ക് കഴിഞ്ഞ ഉടനെയുള്ള വണ്ടിയായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് ടോർക്കൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് കുറച്ച് ഓടി സെറ്റായ വേറൊരു വണ്ടിയാണ്. മിക്കവാറും ആളുകൾ പറയാറുണ്ട് 2009 വണ്ടി മറ്റേ ടോപ്പ് ഗിയറിൽ ടോർക്ക് കിട്ടുന്നില്ല, അതായത് 40ൻ്റെ താഴോട്ട് എത്തുമ്പോൾ ഇടിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊന്നും നോക്കണ്ട. ഞാൻ പകൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് മീറ്റർ കറക്റ്റ് കാണും. അത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് മീറ്റർ കാണും. ചെറിയ രീതിയിൽ വണ്ടിക്ക് എൻജിൻ നോക്കിങ് സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കയറ്റം കയറുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ 2009 ഹെവി ക്രാങ്ക് വണ്ടി 4 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റാണ് കൂടുതലുണ്ടാവുക. നമ്മൾ ചില ആളുകൾ നമ്മൾ വർക്ക് എടുക്കുന്ന ലോങ് ടോർക്ക് ആവശ്യമുള്ളവർക്ക് 3 ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് കയറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ നിങ്ങൾ ലോങ് ഡ്രൈവ് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് ഹൈവേ ഡ്രൈവിംഗ് ആണ് ബുള്ളറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ 4 ഡിസ്ക് ക്ലച്ച് തന്നെ ക്ലച്ച് അസംബ്ലി തന്നെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ അതിന് അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതേമാതിരി കുറച്ചുകൂടെ പെർഫോമൻസ് കുറച്ച് കൂടും. അതുമാതിരി തന്നെ അതിൻ്റെ ഹീറ്റ് റെസിസ്റ്റൻസ് കൂടുതലാണ്. ക്ലച്ച് പ്ലേറ്റ് ഓവറായിട്ട് ഹീറ്റായിട്ടുള്ള ഒരു പ്ലേറ്റ് കൂടുതലായതുകൊണ്ട് അതിന് ലോഡ് കുറയുമല്ലോ, അതിൻ്റെ ഒരു ബെനിഫിറ്റ് അതുണ്ട്. പക്ഷേ 3 ഡിസ്ക് ആകുമ്പം നമുക്ക് ടോർക്ക് കൂടുതൽ കിട്ടും. അതേമാതിരി എക്സോസ്റ്റ് നോട്ടും കുറച്ചൊന്ന് വ്യത്യാസം വരും കേട്ടോ. ഇതിപ്പോൾ നോക്കുക 40 സ്പീഡിലാണ് ഞാൻ പോകുന്നത്. ഇത് കയറ്റം കയറി. ഈ കയറ്റം സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വണ്ടികൾ ഞാനിപ്പോൾ ടെസ്റ്റ് റൈഡ് എടുത്തുന്ന സകല വണ്ടികളും ഇപ്പോൾ ഈ ഒരു കയറ്റം ടോപ്പ് ഗിയറിൽ കയറ്റിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു കയറ്റം കയറുന്നില്ല എങ്കിൽ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ കയറ്റം നമ്മൾ ടോപ്പ് ഗിയറിൽ ആ രീതിയിൽ ശരിക്കും കയറുന്നില്ല എങ്കിൽ ഓക്കെ വണ്ടിക്ക് വലിയ കുറവുണ്ട് എന്നുള്ളത് ഞാൻ അങ്ങനെയാണ് ശരിക്ക് ടെസ്റ്റ് ഡ്രൈവിൽ ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് ഞാൻ ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹൈവേന്ന് ടോട്ടൽ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റുമെങ്കിലും പെട്ടെന്ന് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടിക്ക് വലിയ ഉണ്ടോ ഇല്ല എന്നുള്ളത്. എന്നാൽ ഇത് പ്രോപ്പറായിട്ട് എനിക്ക് മനസ്സിലെത്രത്തോളം ഇതിന് വലിയ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സ്ലോ ഡൗൺ ചെയ്തു ഉണ്ടോ? സ്ലോ ഡൗൺ ചെയ്തിട്ടും കൂടി കയറ്റം കയറി പോകുന്നുണ്ട്. ഒരു 35 റേഞ്ചിൽ നമുക്ക് വണ്ടി കയറ്റം കയറി വന്നു. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. $2005 2009 വരെ വണ്ടി വിലയുള്ള വാഹനങ്ങൾക്ക് കുറച്ച് ഹെവി പ്രൈസാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നല്ല റേറ്റ് ചോദിക്കുന്നുണ്ട്, വില കുറച്ച് കൂടുതലാണ്. അന്യായമായ വില ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെയൊക്കെ അതിന് അത്ര അങ്ങനെ പുറകെ പോയി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ പഴയ വണ്ടി എടുത്തിട്ട് ആ പൈസ മുടക്കുന്ന പൈസനോട് അല്ലെങ്കിൽ അധികം കൊടുക്കുന്ന പൈസനോട് കൂടുതലായിട്ടും വേറെ വണ്ടി എടുത്തിട്ട് അതേ രീതിയിൽ പണിതെടുക്കാൻ പറ്റും കേട്ടോ. അതേ രീതിയിലും ചിലപ്പോൾ അതിനപ്പുറം പെർഫോമൻസുള്ള രീതിയിലും പണിതെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പോൾ ഈ 2009 വണ്ടി വലിയ വിലയൊക്കെ ചോദിക്കുന്ന നമുക്ക് ആലോചിക്കാം മാർക്കറ്റിൽ എത്രത്തോളം ലോ പ്രൈസിൽ നമുക്കൊരു ബുള്ളറ്റ് സാധാരണ പണിയാനുള്ള വണ്ടി കിട്ടുന്നു, എത്ര പണിയെടുക്കുന്ന എത്ര പൈസ വരും എന്നുള്ളതൊന്നും കണക്ക് കൂട്ടുക.
പക്ഷേ അതിൽ രണ്ട് ബെനിഫിറ്റ് ഉള്ള എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ കിട്ടുന്ന വണ്ടി പക്ക ഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പണിത് കഴിഞ്ഞാൽ വണ്ടി ഫുൾ ഫിറ്റ് ആയിരിക്കും. നിങ്ങളൊരു ഭാഗം ടെൻഷൻ അടിക്കേണ്ട, ഒരു ഡൗട്ടിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്താ ഭാഗങ്ങളിലും സാധനങ്ങൾ മാറ്റിയെന്നുള്ളൊരു പിന്നെ ഉറപ്പ് നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ വണ്ടി ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. റോയൽ എൻഫീൽഡിനെ കുറിച്ചുള്ള ഓരോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ 25 ഇയേഴ്സായിട്ട് റോയൽ എൻഫീൽഡ് ഒരു മെക്കാനിക്കാണ്. 30 ഇയേഴ്സായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഒരു പെർഫോമൻസാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങളെ. 2009 വണ്ടി എത്രയിലാണ് പോകുന്നത് നോക്കുക കേട്ടോ. ടോപ്പ് ഗിയറിലാണ് വണ്ടിയുള്ളത്. 30 സ്പീഡ്, 30 വണ്ടി പോകുന്നത്. ചിലപ്പോൾ ഒരു 30ൻ്റെ താഴോട്ടും കാണിക്കുന്നുണ്ട്. എൻ്റെ 30ൻ്റെ മാർക്ക് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രം. 20 കഴിഞ്ഞ് നേരെ 40-ലേക്കാണുള്ളത്. ഇനി ഞാൻ ആ ഒരു ഇതിൽ നിന്ന് ഗ്രാജുവലി സ്പീഡ് എടുക്കുകയാണ്. നോക്കുക, ഇപ്പോൾ ഒരു 30-ലാണുള്ളത്, 30 ബിലോ ആണുള്ളത്. ഞാൻ അതിൽ നിന്ന് ഗ്രാജുവലി സ്പീഡ് എടുക്കുകയാണ്. നോക്കുക. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് വണ്ടിയെ ഓടിക്കാനും കൂടെ നമ്മളൊന്ന് പഠിക്കണം കേട്ടോ. ഗ്രാജുവലി എടുക്കുക എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. പെട്ടെന്ന് ത്രോട്ടിൽ കൊടുത്ത് പൊക്കി പോയരുത്, വണ്ടി ഇടിച്ച് കളിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. എങ്ങനെ പിടിച്ച് ക്യാമറ പിടിച്ച് കാണിച്ചു തരുന്നുള്ളൂ. എഡിറ്റിങ് സമയത്ത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കാണുള്ളൂ. എൻ്റെ വീഡിയോസൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, അതായത് എഡിറ്റിങ്ങും അല്ലാതൊന്നും ഉണ്ടാവാറില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പം പറയുന്നത് മാത്രം. ഞാൻ പഠിച്ചു വെച്ചതും എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് എൻ്റെ എക്സ്പീരിയൻസും. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വണ്ടി ശരിക്കും ആ ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ശരിക്കുള്ള പഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ചെയ്തിട്ടും സാധാരണഗതിയിൽ ഒരു 2005 2009 വണ്ടി എല്ലാ വണ്ടികളും ഈ ഒരു പെർഫോമൻസ് കിട്ടുന്ന വണ്ടിയാട്ടോ. അപ്പോൾ എന്തോ നിങ്ങളെ വണ്ടി കിട്ടുന്നില്ല. പല ആളുകളും കമൻറ്റൊക്കെ ഡയറക്റ്റായിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇതിൽ ഓടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളെ ക്ലച്ചിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുക, കാർബറേറ്ററിൻ്റെ ട്യൂണിങ് നോക്കുക, ടൈമിങ് നോക്കുക. ഈ 3 കാര്യങ്ങളും ഓക്കെ ആണെന്നെങ്കിൽ വണ്ടി എൻജിൻ ഓവറല്ല ഒറിജിനൽ ക്രാങ്ക് വെയിറ്റ് തന്നെയാണ് ഉള്ളതെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇത് ഓടും കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ മെയിൻലി നോക്കാനുള്ള ചെയിൻ ഓവർടൈറ്റ് ഉണ്ടാവരുത് കേട്ടോ. ഈ സമയത്ത് ചെയിൻ ഓവർടൈറ്റ് ഉണ്ടാവരുത്. അതുമാതിരി തന്നെ ബാക്കിലുള്ള കപ്ലിംഗ് റബ്ബർ, കുഷ് റബ്ബർ അത് മാറ്റി കൊടുക്കണം. അത് ഓവർ ഷെയ്ക്ക് ഉണ്ടാവരുത്. ഈ ഒരു കണ്ടീഷൻ അതൊക്കെ നോക്കിയാൽ തന്നെ വണ്ടി നമുക്ക് ശരിക്കും ടോർക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. വണ്ടി ലോ സ്പീഡാകുമ്പോൾ കുത്താതെ ഇടിക്കാതെ രണ്ടാമത് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ചെയ്യില്ല. വെയിലുള്ള കപ്ലിംഗ് റബ്ബർ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സംഗതി 160 രൂപ വിലയുള്ളൂ. എങ്കിലും കൂടെ അതിൽ നമുക്ക് റൈഡിങ് തരുന്ന കംഫേർട്ട് വളരെ വലുതാണ്. അപ്പോൾ എപ്പം വീൽ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 160 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കപ്ലിംഗ് റബ്ബർ ഒന്ന് മാറ്റി കൊടുക്കുക. അതായത് കുഷ് റബ്ബർ കേട്ടോ. അപ്പം ഞാൻ ഇതാണ് ഇപ്പോൾ 2009 ഒരു പെർഫോമൻസ്, ശരിക്കുള്ള പെർഫോമൻസ് കാണിച്ചു തരാൻ തന്നെ എൻ്റെ ഉദ്ദേശം. ഞാൻ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം.